ദേശീയപാതയിൽ കോട്ടയം ചിങ്ങവനത്തെ ഡിവൈഡർ അപകടക്കെണിയാകുന്നു. അപകട സൂചനാ ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഇല്ലാത്തതിനെ തുടർന്ന് സ്ഥലത്ത് അപകടങ്ങൾ നിത്യസംഭവമാണ്. കൊല്ലം തേനി ദേശീയപാത 183-ൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുകയാണ് ചിങ്ങവനത്തെ അപകടക്കെണി. കഴിഞ്ഞ 3 മാസത്തിനിടെ 18 അപകടങ്ങളുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. സൂചനാ ബോർഡുകളുടെ അഭാവവും റിഫ്ലക്ടറുകൾ ഇല്ലാത്തതും മൂലം രാത്രികാലങ്ങളിൽ ദീർഘദൂര യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. വാർത്ത ചിത്രീകരിക്കാനെത്തിയപ്പോൾ നാട്ടുകാരനായ ഒരാൾ സ്വന്തം നിലയിൽ ബോർഡ് സ്ഥാപിക്കുന്നതും കാണാനിടയായി. കടയല്ല, ഞങ്ങളുടെ കടയുടെ വാതിൽ വരെ വണ്ടി അവിടെ നിന്ന് ഇടിച്ച് കയറി വരുന്നത്. മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പേടിയല്ല, നമുക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ മേലാത്ത അവസ്ഥയല്ലേ വരുന്നത്. മുമ്പ് പോലീസ് സ്ഥാപിച്ച അപകട സൂചനാ ബോർഡ് അടക്കം വാഹനം ഇടിച്ചു തകർത്തു. ഡിവൈഡറിൽ അപകടകരമായി വളർന്നു നിൽക്കുന്ന പുല്ല് വെട്ടിക്കളയാൻ പോലും ദേശീയപാത അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ പരാതിപ്പെട്ടു. മതിയായ രീതിയിൽ ഈ ഡിവൈഡർ കരാറെടുത്ത കമ്പനി ഡിവൈഡർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ല. ഏതാണ് കഴിഞ്ഞ 2 കൊല്ലമായി കാട് കയറി കിടക്കുന്ന അവസ്ഥയിൽ കിടന്ന ഡിവൈഡർ നിരന്തരമായി വെട്ടി തെളിക്കുന്ന ഇവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. അതേസമയം കഴിഞ്ഞ ദിവസം പോലീസും വ്യാപാരി പ്രതിനിധികളും ദേശീയപാത അധികൃതരും ചേർന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ റിഫ്ലക്ടറുകളും സൂചനാ ബോർഡുകളും സ്ഥാപിക്കാൻ ധാരണയായതായി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. ടിബിൻ ഡൊമിനിക്കിനൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.